ഹലോ കോഡേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ മെഡിക്കൽ കോഡിംഗ്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ പേഷ്യൻറ്റ് കെയിം ഇൻ ടു ദ ER വിത്ത് വീസിംഗ് ആൻഡ് റാപ്പിഡ് ഹാർട്ട് റേറ്റ്. The ER physician documents medical decision making of moderate complexity. The patient has been given 3 nebulizer treatment. The ER physician has decided to place him in observation care for the acute asthma exacerbation treatment until the wheezing subsides. Select the appropriate code for the visit. കീ പോയിന്റ്സ് നോക്കുക. MDM എന്താണ്? മോഡറേറ്റ് ആണ്. ആദ്യം പേഷ്യൻ്റ് ERക്കാണ് വന്നത്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അതിനുശേഷം പേഷ്യൻറ്റിന് ഒബ്സർവേഷൻ കെയറും കൊടുത്തിട്ടുണ്ട്. 2023 ENM അപ്ഡേഷൻ പ്രകാരം ഒരു പേഷ്യൻ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ഓഫീസിലേക്കോ വന്നിട്ട് അതിനുശേഷം അയാൾക്ക് ഒബ്സർവേഷൻ കെയറോ ഇൻപേഷ്യൻ്റ് കെയറോ കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും നമ്മൾ കോഡ് ചെയ്യണം. ഒരു കോഡിൻ്റെ ഒപ്പം മോഡിഫയർ 25ഉം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓപ്ഷൻ എ ആണ് ആൻസർ എന്നുള്ളത്. 99284 വിത്ത് മോഡിഫയർ 25 ആൻഡ് 99222. 99284 എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോഡാണ്. 99222 എന്നുള്ളത് ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയറിൻ്റെ കോഡാണ്. ഇനി ബാക്കി ഓപ്ഷൻ വായിച്ചിട്ട് ടൈം കളയണ്ട, ഇതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: A new patient visit the internal medicine clinic today for diabetes, chronic constipation, arthritis, and a history of cardiac disease. The provider performs detailed history, comprehensive examination, and a medical decision making of moderate complexity. What CPT code is to be reported? ഇതിലത്തെ കീ പോയിന്റ്സ് എന്താണ്? പേഷ്യൻ്റ് ന്യൂ പേഷ്യൻ്റ് ആണ്. അതേപോലെ തന്നെ MDM എന്താണ്? മോഡറേറ്റ് ആണ്. ഓപ്ഷൻ എയും ബിയും എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ കോഡുകളാണ്. ഓപ്ഷൻ സിയും ഡിയും ആണ് ന്യൂ പേഷ്യൻറ്റിൻ്റെ കോഡുകൾ. അതിൽ മോഡറേറ്റ് കോംപ്ലക്സിറ്റി വരുന്നത് ഇതിലാണ്, ഡിയിലാണ്, 99204. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 99204, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ പ്രൊവൈഡർ മേക്സ് എ ഹോം കെയർ വിസിറ്റ് ടു എ 68-year-old hemiplegic patient who has been experiencing insomnia for the last 2 weeks. The patient has been homebound for the last year. The last visit from the provider was 4 months ago to manage his diabetes mellitus. The physician performs medical decision making of low complexity. The provider speaks with the spouse about the possibility of placing the patient in a nursing facility. What CPT code is to be reported? നമ്മുടെ കീവേഡ്സ് എന്തൊക്കെയാണ്? MDM എന്താണ് ഇവിടെ? MDM ലോ ആണ്. അതേപോലെ തന്നെ പേഷ്യൻ്റ് എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്. കാരണം അവിടെ കൊടുത്തിട്ടുണ്ട് പ്രൊവൈഡർ 4 മാസം മുമ്പ് വന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ കീ കമ്പോണൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ എ 99213 എന്താണ്? ഓഫീസ് വിസിറ്റ് ആണ്. 99342 എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂ പേഷ്യൻ്റ് ആണ്. MDM ലോ ആണ്. പക്ഷേ ഇവിടെ എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി നോക്കാം. 99348 അതെന്താണ്? ലോ MDM ആണ്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ സി, 99348. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഷ്യൻ്റ് ഈസ് paraplegic who has pneumonia of moderate severity. A physician provides home visit and check the history and does an examination. The patient has had history of tachycardia. The medical decision making was low complexity. ഇവിടെ പേഷ്യൻ്റ് ന്യൂ ആണോ എസ്റ്റാബ്ലിഷ്ഡ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ന്യൂ ആണോ എസ്റ്റാബ്ലിഷ്ഡ് ആണോ എന്ന് തരാത്ത കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പേഷ്യൻ്റ് ന്യൂ പേഷ്യൻ്റ് ആയിട്ടാണ്. MDM ഇവിടെ എന്താണ്? ലോ ആണ്. അപ്പോൾ നമുക്കിനി ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ 99342 അതെന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഹോം വിസിറ്റിൻ്റെ കോഡാണ്. MDM ലോ ആണ്. പേഷ്യൻ്റ് ന്യൂ പേഷ്യൻ്റ് ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്, 99342. ഇനി ബാക്കി ഓപ്ഷൻസ് ചെക്ക് ചെയ്തിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം.
Fifth question. Mr. Johnson, 38-year-old established patient, is being seen for management of his hypertension, diabetes, and weight control. On his last visit, he was told he had diabetic foot ulcer and needed to be hospitalized for his condition. He decided to get a second opinion and went to see Dr. Mayers. Dr. Mayers had seen Mr. Johnson. Dr. Mayers documented a decision making of high complexity. He concurred with the hospitalization for the foot ulcer and sent a report back to Mr. Johnson, primary care doctor. How would you report Dr. Mayers' visit? ഒരു പേഷ്യൻ്റ് സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് മറ്റൊരു ഡോക്ടറെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ കൺസൾട്ടേഷൻ്റെ കോഡ് കൊടുക്കാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ഒരു ഡോക്ടർ, അതായത് പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഡോക്ടർ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വേറൊരു ഡോക്ടറെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കൺസൾട്ടേഷനായിട്ട് കൂട്ടും. പക്ഷേ പേഷ്യൻ്റ് സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വേറൊരു ഡോക്ടറെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺസൾട്ടേഷൻ അല്ല. ഓപ്ഷൻ എ നമുക്ക് നോക്കാം. 99245. അതെന്താണ്? കൺസൾട്ടേഷൻ്റെ കോഡാണ്. അപ്പോൾ അത് അല്ല നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി നോക്കാം. 99205. ഓഫീസാണ്, MDM ഹൈ ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യനിൽ പക്ക കൊടുത്തിട്ടുണ്ട് MDM ഹൈ ആണ്. കൺസൾട്ടേഷൻ നമുക്ക് കൂട്ടില്ല, അതായത് പേഷ്യൻ്റ് ആണ് വേറൊരു ഡോക്ടറെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഓഫീസ് വിസിറ്റ് ആണ്, MDM ഹൈ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 99205, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How does the CPT professional edition define an emergency department? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഒരു ദിവസത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ, എൻ organized hospital based facility for the provision of unscheduled episodic service to patient who present for services. The facility must be available 24 hours a day. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Lucas, a 3-year-old new patient, is seen for well child examination. The doctor documents an age-appropriate history, examination, anticipatory guidelines, risk factor reduction intervention, and indicate Lucas immunization are up to date. How would you report this service? ഒരു ഡോക്യുമെൻറ്റിൽ വെൽ ചൈൽഡ് എന്നൊക്കെ മീൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്? പ്രിവെൻറ്റീവ് മെഡിസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അതേപോലെ തന്നെ ഇയർലി ഫിസിഷ്യൻ ചെക്കപ്പ്, സ്കാനിങ്, സ്ക്രീനിങ് ചെക്കപ്പ്, അതൊക്കെ പ്രിവെൻറ്റീവ് മെഡിസിനിലേക്കുള്ള ഒരു കീവേഡ്സ് ആണ് കേട്ടോ. ഇവിടെ പേഷ്യൻ്റ് എന്താണ്? ന്യൂ പേഷ്യൻ്റ് ആണ്. ഏജ് എന്താണ്? 3 years old ആണ്. ഓപ്ഷൻ എ 99392 എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്. അതല്ല നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി 99213 and with modifier 25 and 99358 അതെന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് കോഡ് എന്തിൻ്റെയാണ്? ഓഫീസ് വിസിറ്റ് ആണ്. അതല്ല നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി നോക്കിയാലോ. 99203 എന്താണ്? അത് ന്യൂ പേഷ്യൻറ്റ് ഓഫീസ് വിസിറ്റ് ആണ്. ഓപ്ഷൻ ബിയിലുള്ള 99213 എന്താണ്? അത് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്, ഓഫീസ് വിസിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതല്ല നമ്മുടെ ആൻസർ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. 99382 അതെന്താണ്? പ്രിവെൻറ്റീവ് മെഡിസിൻ, ന്യൂ പേഷ്യൻറ്റ്, ഏജ് 1 through 4 years. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ 99382. ക്വസ്റ്റ്യനിൽ പക്ക പറയുന്നുണ്ട് ന്യൂ പേഷ്യൻ്റ് ആണ്, പ്രിവെൻറ്റീവ് മെഡിസിൻ ആണ്, വയസ്സ് 3 വയസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ആൻസർ ഡി 99382. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് ട്രിക്കിയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. എ 42-year-old female who is a new patient present with foul smelling urine, frequency, flank pain and fever for 4 days. Patient denies nausea and headache. The patient is prescribed ciprofloxacin and given a diagnosis of acute cystitis without hematuria. അതായത് പേഷ്യൻ്റ് എന്താണ്? ന്യൂ പേഷ്യൻ്റ് ആണ്.
പേഷ്യൻറ്റിന് അക്യൂട്ട് സിസ്റ്റൈറ്റിസ് വിത്തൗട്ട് ഹെമച്ചുറിയാണ്. അതായത് ബ്ലാഡറിൽ സിസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ യൂറിൻ പോകുമ്പോൾ ബ്ലഡ് കൂടെ പോകുന്നതിനെയാണ് ഹെമച്ചൂറിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇല്ല, വിത്തൗട്ട് ഹെമച്ചൂറിയ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 4 ഓപ്ഷൻ നോക്കാം. ആ 4 ഓപ്ഷനിൽ ആ ഡി എന്നുള്ള ഓപ്ഷനിൽ ICD എന്തുണ്ട്? 6 കാറ്റഗറി ഉണ്ട്. ഈ 6 കാറ്റഗറി എന്താണ്? സൈൻ ആൻഡ് സിംറ്റംസിൻ്റെ കോഡാണ്. ഇവിടെ വ്യക്തമായിട്ട് ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ട്, അക്യൂട്ട് സിസ്റ്റൈറ്റിസ് വിത്തൗട്ട് ഹെമച്ചൂറിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അത് നേരിട്ട് തന്നെ ഒഴിവാക്കാം, എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. ABC. പേഷ്യൻ്റ് ന്യൂ പേഷ്യൻ്റാണ് തന്നിട്ടുണ്ട്, പക്ഷേ MDM തന്നിട്ടില്ല. അപ്പോൾ നമ്മളത് MDM കണ്ടുപിടിക്കണം. മെഡിസിൻ ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MDM മോഡറേറ്റ് ആണ്. പക്ഷേ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? പേഷ്യൻറ്റിന് അക്യൂട്ട് സിസ്റ്റൈറ്റിസ് വിത്തൗട്ട് ഹെമച്ചൂറിയാണ്. അപ്പോൾ അത് ഒരിക്കലും അക്യൂട്ട് ഇൽനെസ് വിത്ത് സിസ്റ്റമിക് സിംറ്റംസ്, അതായത് മോഡറേറ്റിൻ്റെ കാറ്റഗറിയിൽ പെടില്ല. അപ്പോൾ അത് ഏതിലാണ് പെടുക? അത് പെടുന്നത് ലോയിലുള്ള സ്റ്റേബിൾ അക്യൂട്ട് ഇൽനെസ്സിലോ അല്ലെങ്കിൽ അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറി ആ ഭാഗത്തിലാണ് പെടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലം അഡ്രസ്ഡ് അറ്റ് ദ എൻകൗണ്ടർ എന്താണ്? ലോ ആണ്. പക്ഷേ റിസ്ക് എന്താണ്? മോഡറേറ്റ് ആണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, റിസ്ക് ലോ കഴിഞ്ഞിട്ടല്ലേ മോഡറേറ്റിക്ക് എത്തുള്ളൂ. അപ്പോൾ അത് ലോയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ MDM എടുക്കണമെന്നുണ്ടെങ്കിൽ 2 എലമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MDM ലെവൽ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ MDM ഇവിടെ ലോ ആണ്. അപ്പോൾ പേഷ്യൻ്റ് ന്യൂ പേഷ്യൻ്റ് ആണ്, MDM ലോ ആണ്. ഓപ്ഷൻ A 99204 അതെന്താണ്? MDM മോഡറേറ്റ് ആണ്. അതല്ല നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ B നോക്കാം. 99203 പേഷ്യൻ്റ് ന്യൂ പേഷ്യൻ്റ് ആണ്, ഓഫീസ് വിസിറ്റ് ആണ്, MDM എന്താണ്? ലോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ എന്താണ്? 99203. ഇനി ICD നോക്കി ടൈം കളയണ്ട. ഓൾറെഡി 99203 ഉള്ള D ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. A patient was admitted yesterday to the hospital for possible gallstones. The following day, the physician admitted the patient performed a medical decision making of high complexity. What code should be reported for this evaluation and management service? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് MDM ഹൈ ആണ്, അതേപോലെ തന്നെ ഇൻപേഷ്യൻ്റ് ആണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദ ഫോളോയിങ് ഡേ ദ ഫിസിഷ്യൻ അഡ്മിറ്റഡ് ദ പേഷ്യൻ്റ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ അഡ്മിഷനിൽ വരില്ല, ഇനീഷ്യൽ ഇൻപേഷ്യൻ്റ് അല്ല വരിക, സബ്സിക്വൻറ്റ് ഇൻപേഷ്യൻ്റ് ആണ് വരിക. ഓപ്ഷൻ A 99253 എന്താണ്? കൺസൾട്ടേഷൻ്റെ കോഡാണ്. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ Bയോ 99221 എന്താണ്? ഇനീഷ്യൽ ഇൻപേഷ്യൻ്റ് ആണ്. അതല്ല നമ്മുടെ ആൻസർ. ഓപ്ഷൻ C നോക്കിയാലോ 99233. MDM എന്താണ്? അതിൽ ഹൈ ആണ്, സബ്സിക്വൻറ്റ് ഹോസ്പിറ്റൽ കെയർ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ C 99233. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10th ക്വസ്റ്റ്യൻ. A 90-year-old female was admitted this morning from observation status from chest pain to angina. A cardiologist performs a comprehensive history, comprehensive examination and decision making of moderate complexity. Her chest pain has been relieved with the nitroglycerin drip given before admission and she would like to go home. Doctor has written prescription to add to her regimen. He had given her isosorbate and she is tolerating it well. He will go ahead and send her home. We will follow up with her in a week. Patient was admitted and discharged on the same date of service. What CPT code is to be reported? അതായത് അഡ്മിഷനും ഡിസ്ചാർജും സെയിം ഡേയിലാണ്. അപ്പോൾ നമുക്ക് ആ കോഡ് വേണം പിക്ക് ചെയ്യാൻ. ഓപ്ഷൻസ് നോക്കാം. 99235. ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായല്ലോ. MDM മോഡറേറ്റ് ആണ്, അഡ്മിറ്റ് ചെയ്ത അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 99235 എന്താണ്? ഒബ്സർവേഷൻ ഓർ ഇൻപേഷ്യൻ്റ് ഹോസ്പിറ്റൽ കെയർ ഇൻക്ലൂഡിങ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് സർവീസ്, MDM മോഡറേറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ, 99235. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.